ഹലോ 10th ലെവൽ സ്റ്റുഡൻസിനെ മാത്തമാറ്റിക്സിൽ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ചാനലാണ് ബാക്ക് ബെഞ്ചേഴ്സ്. എന്താണ് ബാക്ക് ബെഞ്ചേഴ്സിന്റെ പ്രത്യേകത? ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ ഇങ്ങനെ ഒരുപാട് ചാനൽസ് ഉണ്ട്. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ എക്സർസൈസ് വൈസ് പ്രോബ്ലം സോൾവ് ചെയ്ത് പോണ ഒരുപാട് ചാനൽസ് ഉണ്ട്. പക്ഷെ മലയാളത്തിൽ അങ്ങനെയുള്ള ചാനൽ വളരെ കുറവാണ്. അപ്പോൾ ബാക്ക് ബെഞ്ചേഴ്സിൽ നിങ്ങൾക്ക് ആ ഒരു അപ്രോച്ചാണ് കാണാൻ പറ്റുന്നത്. അതായത് വൺ ഷോട്ട് വീഡിയോ എല്ലാ ചാപ്റ്ററിനും ഉണ്ടാവും. പിന്നെ ഓരോ എക്സർസൈസ് വൈസ് ഓരോ പ്രോബ്ലം എടുത്ത് നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് പോകുന്ന അപ്രോച്ച് ആയിരിക്കും നമ്മൾ ബാക്ക് ബെഞ്ചേഴ്സിൽ ഫോളോ ചെയ്യാൻ പോണേ. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിയൽ നമ്പേഴ്സ് ആണ് നോക്കാൻ പോണേ. ഈ റിയൽ നമ്പേഴ്സിന്റെ ചാപ്റ്ററേ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്തേക്കണേ. എന്തിനാണ് സാറേ രണ്ട് പാർട്ടായിട്ട് ചെയ്തേക്കണേ? രണ്ട് പാർട്ടായിട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ബേസിക് നമ്പർ സിസ്റ്റം, പിന്നെ LCM, HCF അതുപോലത്തെ കാര്യങ്ങളാണ് പറഞ്ഞു പോണേ. പിന്നെ ഇറാഷണാലിറ്റി പ്രൂവ് ചെയ്യാനുള്ളൊരു സംഭവമുണ്ട്. അത് പാടൊന്നുമല്ല. പക്ഷെ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. അത് നമ്മൾ സെപ്പറേറ്റ് രണ്ടാമത്തെ പാർട്ടായിട്ടാ ചെയ്തേക്കണേ. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും പിൻ ചെയ്ത് വെച്ചേക്കാം ട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ ടോപ്പിക്കായ റിയൽ നമ്പേഴ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഈ നമ്പർ സിസ്റ്റംസ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? നമ്മുടെ കൗണ്ടിങ് നമ്പേഴ്സ് ആണല്ലേ. 1, 2, 3, 4, 1, 2, 3, 4, 5, 6, 7, 8 നമ്മൾ എണ്ണാൻ പഠിക്കില്ല ആദ്യം. അപ്പോൾ പഠിക്കുന്ന നമ്പേഴ്സ് ആണ് നമ്മുടെ കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ്. അടുത്തത് ഹോൾ നമ്പേഴ്സ്. കണ്ടോ നോക്കിയേ, ആ W അങ്ങ് ഒഴിവാക്കി ബാക്കി 4 ലെറ്റർ നോക്കിയേ. ഹോളെന്ന് കണ്ടില്ലേ? ഹോളെന്ന് പറഞ്ഞൊരു ദ്വാരം, ഒരു സീറോ അല്ലേ? അപ്പോൾ നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒപ്പം ഒരു സീറോ കൂടി ചേർത്തുന്ന എന്താ അവിടെ മക്കളെ? ഹോൾ നമ്പേഴ്സ് ആയി. അത്രേ ഉള്ളൂ. 0 തൊട്ട് എണ്ണി തുടങ്ങി അതെന്താവും? ഹോൾ നമ്പേഴ്സ് ആവും. 1 തൊട്ട് എണ്ണി തുടങ്ങി എന്താവും? നാച്ചുറൽ നമ്പേഴ്സ് ആവും. ഇത്രേ ഉള്ളൂ. സിമ്പിളാണ് കേട്ടോ ഇതൊക്കെ. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ ഇൻറ്റിജേഴ്സ് ആണ്. എന്താണ് ഇൻറ്റിജേഴ്സ്? എന്തിനാണ് ഇവന്മാർ ഉപയോഗിക്കണേ? അതായത് ഇപ്പോൾ നിങ്ങൾ ഊട്ടിയിൽ പോയെന്ന് വിചാരിക്കുക. ഇവിടെയൊക്കെ ഭയങ്കര ചൂടാണ് കേട്ടോ. ഭയങ്കര ചൂടാണ് ഇവിടെ ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ ഊട്ടിയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ അവിടെ ചിലപ്പോൾ അവിടെ നിങ്ങളിപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ പറഞ്ഞാൽ എങ്ങനെ പറയും? ഇവിടെ ഇപ്പോൾ ഒരു -5 ഡിഗ്രിയാണ് അല്ലെങ്കിൽ -10 ഡിഗ്രിയാണെന്നൊക്കെ പറയേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ആ നെഗറ്റീവ് നമ്പർ അവിടെ ഉപയോഗിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇൻറ്റിജേഴ്സ് ഉപയോഗിക്കണേ. അപ്പോൾ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് നമ്പർ മാത്രമാണോ? അല്ല. നെഗറ്റീവ് നമ്പറും സീറോയും പിന്നെ നമ്മുടെ പോസിറ്റീവ് നമ്പേഴ്സും കൂടി ചേർന്ന് നമ്മൾ പറയുന്നതാണ് എന്തെന്ന് പറയണത്? ഇൻറ്റിജേഴ്സ് എന്ന് പറയണത് കേട്ടോ. ഇത് മൂന്നുമാണ് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട നമ്പർ സിസ്റ്റംസ്. ഇനി വരുന്ന രണ്ടെണ്ണം റാഷണൽ നമ്പരും ഇർറാഷണൽ നമ്പരും. അതാണ് നമ്മൾ ഈ പാഠത്തിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണേ. അതും കൂടി ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു പോവാം. അപ്പോൾ നമ്മുടെ റാഷണൽ നമ്പർ അല്ലേ? നോക്കിക്കേ, പേരിലുണ്ട്. ഇതെല്ലാം പേരിലുണ്ട് കേട്ടോ. വളരെ എളുപ്പമാണ്. നോക്കിക്കേ, ആദ്യത്തെ 5 ലെറ്റർ നോക്കിക്കേടാ മക്കളെ നിങ്ങൾ. RATIO. എന്താണത്? റേഷ്യോ. റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാക്ഷൻ ആക്കി എഴുതണാണല്ലേ നമ്മൾ റേഷ്യോ എന്ന് പറയണത് അല്ലേ? അപ്പോൾ ഫ്രാക്ഷൻ ആക്കി എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പറിനും നമ്മൾ എന്തെന്ന് പറയും? റാഷണൽ നമ്പർ എന്ന് പറയും. Q നോട്ട് ഈക്വൽ ടു 0. എന്താ അത്? ഡിനോമിനേറ്റർ 0 ഒന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ഡിവിഷൻ നമ്മൾ മാത്സിൽ കണ്ടുപിടിച്ചിട്ടേ ഇല്ല. അതുകൊണ്ടാണ് Q നോട്ട് ഈക്വൽ ടു 0 എന്ന് എഴുതിയേക്കണം കേട്ടോ. അത് നിങ്ങൾ കാര്യമാക്കണ്ട. P/Q ഫോം അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ആക്കി എഴുതാൻ പറ്റുന്ന നമ്പറാണ് നമ്മൾ എന്തെന്ന് പറയണത്? റാഷണൽ. കണ്ട റേഷ്യോ എന്ന് കണ്ടില്ലേ? അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ? P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പറാണ് എന്തെന്ന് പറയണത്? റാഷണൽ നമ്പർ എന്ന് പറയണത്. ഈ പിയും ക്യൂവും ഇൻറ്റിജേഴ്സ് ആയിരിക്കും കേട്ടോ. അത് കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും നമുക്ക് പിന്നീട് വരുമ്പോൾ അത് പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഫ്രാക്ഷൻ ആക്കി എഴുതാൻ പറ്റണം. നോക്കി എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ. 2/3, 5/7, 4/3 ഇങ്ങനെ ഫ്രാക്ഷൻ ആക്കി എഴുതാൻ പറ്റുന്ന നമ്പറിനെയൊക്കെ നമ്മൾ എന്തെന്ന് പറയും? റാഷണൽ നമ്പർ എന്ന് പറയും. അപ്പം ഞാനൊരു സംശയം ചോദിക്കട്ടെ. നമ്മുടെ 5 റാഷണൽ നമ്പർ ആണോ? 5 P/Q ഫോമിൽ എഴുതാൻ പറ്റുമോ? ഫ്രാക്ഷൻ ആക്കി എഴുതാൻ പറ്റുമോ? പറ്റൂട്ടാ. ഇങ്ങനെയുള്ള എല്ലാ നമ്പറിനും നമുക്ക് എന്തെഴുതാം? 5/1 എന്ന് എഴുതിയ എത്ര തന്നെയാണ്? 5 തന്നെയാണ്. അപ്പോൾ എല്ലാ നമ്പറിനെയും 2 അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2/1 P/Q ഫോമിൽ എഴുതാം. അതുകൊണ്ട് അതും എന്താണ്? റാഷണൽ നമ്പർ ആണ് കേട്ടോ. ഇതൊക്കെ റാഷണൽ നമ്പർ ആണ്. ഒരു ചെറിയ സംശയം കൂടി. നമ്മുടെ 0 റാഷണൽ നമ്പർ ആണോ? ആണോ? ആണ് കേട്ടോ. 0 റാഷണൽ നമ്പർ ആണ്. 0നെ നമുക്ക് എന്തെഴുതാം? 0/1 എന്ന് എഴുതിയാൽ എന്താണ്? 0 തന്നെയാണ്. അതുകൊണ്ട് 0യും എന്താണ്? റാഷണൽ നമ്പർ ആണ്. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ ആക്കി എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പറിനെയും എന്തെന്ന് പറയാം? റാഷണൽ നമ്പർ എന്ന് പറയാം. പിന്നെ എന്താണ് ഇത് ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയേണ്ട ആവശ്യമില്ല. എങ്കിലും ഞാനൊന്ന് പറയാം. മക്കളെ എടാ 1/2 നമ്മൾ ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? 0.5 എന്ന് കിട്ടൂലേ? ദേ ടെർമിനേറ്റിംഗ് ആയി. തീർന്നു. ഇവിടം കൊണ്ട് തീർന്നു. പിന്നെ ഇങ്ങോട്ടൊന്നും ഇല്ല. ഇത്രേ ഉള്ളൂ. പരിപാടി തീർന്നു. കണ്ടില്ലേ? ഇതാണ് ടെർമിനേറ്റിംഗ് എന്ന് ഡെസിമൽ എന്ന് പറയണേ. ഇനി നോൺ ടെർമിനേറ്റിംഗ് എന്താണ്?
നമ്മൾ 10/3 ചെയ്താൽ എന്ത് കിട്ടുമെന്നറിയോ? 3.33333 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇത് അവസാനിക്കുമോ? ഇതൊരിക്കലും അവസാനിക്കില്ല. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്താണത്? റിപ്പീറ്റിംഗ് ആണ്. നോക്കിക്കേ, ഒരു പ്രത്യേകതയുണ്ട്. ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണ്. പക്ഷേ എന്താണ്? സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയണത് കേട്ടോ. അതായത് അതൊന്നെങ്കിൽ എന്തായിരിക്കും? ടെർമിനേറ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്തായിരിക്കും? സെയിം പാറ്റേണിൽ റിപ്പീറ്റ് ചെയ്ത് പോകും. മനസ്സിലായില്ലേ? ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയണേ? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയണേ. പിന്നെ എല്ലാ നമ്പറും അതായത് P/Q ഫോമിൽ ഇങ്ങനെ എഴുതാൻ പറ്റുന്ന ഈ 5 എന്താണ്? ഇതൊക്കെ ടെർമിനേറ്റിംഗ് ആണോ? ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ നമ്പറേയും നമ്മൾ എന്തെന്ന് പറയും? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. നിങ്ങൾ സാധാരണ കോമൺ ആയിട്ട് കാണുന്ന എല്ലാ നമ്പറും എന്താണ്? റാഷണൽ നമ്പറാണ്. അതായത് നാച്ചുറൽ നമ്പരും ഹോൾ നമ്പറും ഇൻറ്റിജേഴ്സും ഒക്കെ എന്താണ്? റാഷണൽ നമ്പറാണ് കേട്ടോ. ഓക്കെ അല്ലേ? നമുക്ക് അടുത്തത് പഠിക്കേണ്ടതാണ് ഇറാഷണൽ നമ്പേഴ്സ്. എന്താണ് ഇറാഷണൽ നമ്പേഴ്സ്? റാഷണൽ എന്തായിരുന്നു? ഫ്രാക്ഷനാക്കി അല്ലെങ്കിൽ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പറായിരുന്നു റാഷണൽ അല്ലേ? അപ്പോൾ ഇറാഷണൽ എന്തായിരിക്കും? P/Q ഫോമിൽ അല്ലെങ്കിൽ ഫ്രാക്ഷനാക്കി എഴുതാൻ പറ്റാത്ത നമ്പർ. അത്രയേ ഉള്ളൂ. സിമ്പിളാണ് കാര്യം. പിന്നെ എന്താണ് ഇവന്മാർ? നോൺ ടെർമിനേറ്റിങ്ങും നോൺ റിപ്പീറ്റിങ്ങും ആയിരിക്കും. അതെന്താണത്? അത് ഇവന്മാർ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇതിങ്ങനെ പോകും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3.1426 ഇങ്ങനെ 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 ഒരു ബന്ധവും ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവന്മാർ അവസാനിക്കുമോ? ഒട്ടും അവസാനിക്കുകയും ഇല്ല, ഒരു ബന്ധവും ഇല്ല, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? കാണുമ്പോൾ തന്നെ ഒരു വൃത്തികേടാണല്ലേ? നോക്കിയേ, ഇതൊക്കെയാണ് ഇറാഷണൽ നമ്പർ കേട്ടോ. √5, √2, √5, √7. നോക്കിക്കേ, പയ്യ് ഉണ്ടോ? ഒരു 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 വൃത്തിയുള്ളൊരു നമ്പർ അല്ലല്ലേ? നമ്മുടെ 2ഉം 5ഉം 7ഉം -3 ഒക്കെ എന്ത് ഭംഗിയാണ് -5 കാണാനായിട്ട്. ഇവന്മാരെ കാണാൻ നോക്കി വൃത്തികേടല്ലേ? ഇതാണ് ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. ഇനിയാണ് നമ്മുടെ പാഠത്തിന്റെ നായകൻ അല്ലേ? നമ്മുടെ മെയിൻ നായകനാണ് ഈ പാഠത്തിലെ റിയൽ നമ്പേഴ്സ്. കണ്ടോ? ദി ഓൾ റൗണ്ടർ. അതായത് നമ്മൾ മുന്നേ പഠിച്ചില്ലേ? നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, നമ്മുടെ വൃത്തികെട്ട ഇറാഷണൽ നമ്പേഴ്സ്. ഇവരെല്ലാവരും കൂടി കൂടിച്ചേർന്ന് നമ്മൾ പറയണ എന്തെന്ന് പറയണേ? റിയൽ നമ്പേഴ്സ് എന്ന് പറയണേ കേട്ടോ. അതായത് അല്ലെങ്കിൽ എളുപ്പത്തിൽ പറയാം, നമുക്കൊരു നമ്പർ ലൈൻ കണ്ടില്ലേ? ഒരു നമ്പർ ലൈൻ കണ്ടിട്ടില്ലേ? ഇങ്ങനെ പോവില്ലേ നമ്പർ ലൈൻ? നമ്പർ ലൈനിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്പറിനെയും നമ്മൾ എന്തെന്ന് പറയും? റിയൽ നമ്പേഴ്സ് എന്ന് പറയൂ കേട്ടോ. നമ്മുടെ പൈയും √2ഉം 1ഉം 0യും നെഗറ്റീവ് നമ്പേഴ്സും ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവന്മാരെല്ലാവരും കൂടി നമ്മൾ എന്ന് പറയും? റിയൽ നമ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ നമ്മുടെ ബേസിക് നമ്പർ സിസ്റ്റംസ് ഒക്കെ പഠിച്ചില്ലേ? ഇനി നമുക്ക് എപ്പോഴും ഈ പാഠത്തിൽ ഉപയോഗം വരുന്ന 2 സാധനങ്ങളുണ്ട്. അത് പ്രൈം നമ്പരും കോമ്പോസിറ്റ് നമ്പറോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയൂ കേട്ടോ. പ്രൈം നമ്പർ, കോമ്പോസിറ്റ് നമ്പർ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല. നിങ്ങൾക്ക് അറിയാം, എങ്കിലും ഞാനൊന്ന് പറയാം. എന്താണ് പ്രൈം നമ്പർ? അതായത് എ നമ്പർ ദാറ്റ് ക്യാൻ ബി കംപ്ലീറ്റ്ലി ഡിവൈഡഡ് ബൈ ഓൺലി 2 നമ്പേഴ്സ്, 1 ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ്. വേറെ ഒന്നും ഇല്ലടാ മക്കളെ. അതായത് ഇപ്പോൾ 5 ഒരു പ്രൈം നമ്പറാണ്. അതെങ്ങനെയാണ് പ്രൈം നമ്പർ ആവണേ? ഈ 5നെ നമുക്ക് 5 കൊണ്ടും കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, 1 കൊണ്ടും കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. വേറെ ഒരു നമ്പർ കൊണ്ടും, ഈ ലോകത്തുള്ള ഒരു നമ്പർ കൊണ്ടും ഈ 5നെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈൻഡർ വരാൻ പാടില്ല കേട്ടോ. അതാണ്. എക്സാമ്പിൾ 7. 7നെയോ 7 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 1 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. വേറെ ഒരു നമ്പർ കൊണ്ടും നമുക്ക് ഈ 7നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എല്ലാ പ്രൈം നമ്പരും ഇങ്ങനെയാണ്. ആ നമ്പർ കൊണ്ടും 1 കൊണ്ടും മാത്രമേ അതിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൈൻഡർ വരാതെ ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം, ഈ 5ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 2 ഫാക്ടേഴ്സ് ഉണ്ട്. 7ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 2 ഫാക്ടേഴ്സ് ഉണ്ട്. എന്താണ് ഫാക്ടേഴ്സ്? അതായത് വേറൊന്നുമല്ല, ഈ 5 എന്ന് പറഞ്ഞ പ്രൈം നമ്പർ ലോകത്ത് ആകപ്പാടെ 2 നമ്പറിൻ്റെ ടേബിളിലെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ കടന്നു വരുള്ളൂ. 5ൻ്റെ ടേബിളിലും വരും, 1ൻ്റെ ടേബിളിലും വരും. അതുപോലെ 7ഓ ഏതിൻ്റെ ടേബിളിൽ വരും? 7 എന്ന് പറഞ്ഞ സംഖ്യ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ 7ൻ്റെ ടേബിൾ എഴുതണം, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതണം, അല്ലെങ്കിൽ 1ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതണം. 11 പ്രൈം നമ്പറാണ്. 11ൻ്റെ ടേബിളിൽ വരും, 1ൻ്റെ ടേബിളിലും വരും. വേറെ ലോകത്തുള്ള ഒരു സംഖ്യയുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും നമ്മുടെ 11 കടന്നു വരില്ല. അങ്ങനെയുള്ള കലിപ്പ് ബോയ്സ് ആണ്. കണ്ടില്ലേ? ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. അങ്ങനെ കണ്ടവന്മാരുടെ ടേബിളിലൊന്നും ഞാൻ കടന്നു പോവില്ല. എനിക്ക് എൻ്റെ സ്വന്തം ടേബിളുണ്ട്. അല്ലെങ്കിൽ ആ 1 ഇല്ലേ കുരിപ്പ്, അവൻ്റെ ടേബിളിൽ ഞാൻ ചെല്ലും. അല്ലാതെ തോന്നിയവന്മാരുടെ ടേബിളൊന്നും അങ്ങനെ എന്നെ കിട്ടുമൊന്നുമില്ല. ആ കലിപ്പ് ബോയ്സിനെ നമ്മൾ എന്തെന്ന് പറയും? പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. എടാ മക്കളെ, പ്രൈം നമ്പറിൻ്റെ കേസിൽ നമ്മൾ ഒരു കാര്യം കൂടി ഓർത്തിരിക്കണം. ഫസ്റ്റ് പ്രൈം നമ്പർ ഏതാണ്? നോക്കിക്കേ, 2 ആണ് ട്ടാ, 1 അല്ല. 1 പ്രൈം നമ്പർ ആണോ? 1 പ്രൈം നമ്പർ അല്ല. എന്താണ് സാർ 1 പ്രൈം നമ്പർ അല്ലാത്തെ?
1 എത്ര ഫാക്ടർ ഉണ്ട് 1-ന്? 1 ഇൻറ്റു 1 ഒരു ഫാക്ടറേ ഉള്ളൂ. 1ന്റെ ടേബിളിൽ മാത്രമേ 1 വരുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രൈം നമ്പറിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 2 ഫാക്ടേഴ്സ് ഉണ്ടാവും. ആ നമ്പറും 1ഉം. ഇവിടെ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. 1 മാത്രമേ ഉള്ളൂ. 1 ഇൻറ്റു 1 ഒരു ഫാക്ടറേ ഉള്ളൂ. 1 ആണ് 1ന്റെ ഫാക്ടർ. പ്രൈം ആണെങ്കിൽ 2 ഫാക്ടർ വേണം. അപ്പോൾ 1 പ്രൈം നമ്പർ അല്ല കേട്ടോ. തെറ്റിക്കരുത്. എപ്പോഴും കുട്ടികൾ തെറ്റിക്കാറുള്ളതാണ്. MCQ ചോദിക്കാറുള്ളതാണ്. ഫസ്റ്റ് പ്രൈം നമ്പർ ഏതാണെന്ന് ചോദിക്കുമ്പോൾ 1 എന്ന് എഴുതി വെക്കും. ഫസ്റ്റ് പ്രൈം നമ്പർ ഏതാണ്? 2 ആണ് കേട്ടോ. 1 അല്ല. ഒരു മാർക്ക് കിട്ടിയില്ലേ? പിന്നെ ഒരു കൺഫ്യൂഷൻ കൂടി ഞാൻ പറഞ്ഞുതരാം. 9 പ്രൈം നമ്പർ ആണോ? അല്ല. നമ്മളൊരു ഫ്ലോയിൽ പറഞ്ഞു പോകുമ്പോഴേ 2, 3, 5, 7, 9, 11 എന്ന് പറഞ്ഞു പോകും. 9 പ്രൈം നമ്പർ അല്ല. എല്ലാവരും തെറ്റിക്കും. നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. 9 എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 1 ഒരു ഫാക്ടറാണ്. 9 ഒരു ഫാക്ടറാണ്. 3 ഒരു ഫാക്ടറാണ്. 3 ഇൻറ്റു 3 9 അല്ലേ? അപ്പോൾ 3 ഫാക്ടർ ഇപ്പം തന്നെ ആയില്ലേ? 2 ഫാക്ടറിലെ പ്രൈം നമ്പറിന് ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ 9 പ്രൈം നമ്പർ അല്ല. തെറ്റിക്കാൻ പാടില്ല കേട്ടോ. ഇപ്പം തന്നെ 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ പ്രൈം നമ്പർ പഠിച്ച സ്ഥിതിക്ക് കോമ്പോസിറ്റ് നമ്പർ ഈസിയാണ്. പ്രൈം നമ്പറിന് 2 ഫാക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. കോമ്പോസിറ്റ് നമ്പറോ മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ടാവും. അതാണ് കോമ്പോസിറ്റ് നമ്പർ. എക്സാമ്പിൾ 12. 12 ഏതിൻ്റെയൊക്കെ ടേബിളിൽ വരുമെന്ന് അറിയുമോ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. 12ന്റെ ടേബിളിൽ എന്തായാലും വരും. 1ന്റെ ടേബിളിൽ എന്തായാലും വരും. 2ന്റെ ടേബിളിൽ വരും. 2 ഇൻറ്റു 6 12 ആണ്. ഓക്കെ. 3ന്റെ ടേബിളിൽ വരും. 3 ഇൻറ്റു 4 12 ആണ്. ഓക്കെ. 4ന്റെ ടേബിളിൽ വരും. 4 ഇൻറ്റു 3 12 ആണ്. ഇനി 6ന്റെ ടേബിളിൽ വരും. 6 ഇൻറ്റു 2 12 ആണ്. കണ്ടില്ലേ? ഈ ചെക്കന് മുന്നേ നോക്കിയേ. നമ്മുടെ കോമ്പോസിറ്റ് നമ്പറിൻ്റെ ആൾക്കാരാണ്. കണ്ടാ? കൂട്ടായിട്ട് കമ്പനിയായിട്ട് പോകുന്നതാണ്. മറ്റേ ഡൂഡ്സ് ആണ്. ഡൂഡ്സ് അറിയില്ലേ? അവന്മാരാണ്. മച്ചാന്മാർ അവന്മാരാണ്. അപ്പോൾ ഇവന്മാർക്ക് അങ്ങനെ അഹങ്കാരമൊന്നുമില്ല. നമ്മുടെ കലിപ്പ് ബോയ്സ് പ്രൈമിനെ പോലെ അഹങ്കാരമൊന്നുമില്ല. ആരുടെ ടേബിളിലും വരും. ആര് കൂടെ കൂടി എന്താ പറയുക ട്രിപ്പ് പോകാനും അതിനൊക്കെ വിളിച്ചാലും ഇവന്മാർ പോവും. അഹങ്കാരമൊന്നുമില്ല കേട്ടോ. അതാണ് കോമ്പോസിറ്റ് നമ്പർ. മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ടാവും. പ്രൈമിന് 2 ഫാക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും നമ്മൾ നല്ല അടിപൊളിയായിട്ടല്ലേ പഠിച്ചേക്കണേ? നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പേജിൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. നമ്മൾ നമ്മുടെ പാഠത്തിലേക്ക് ഇപ്പോൾ കടക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ അറിയണം. പ്രൈം ഫാക്ടറൈസേഷൻ 7ലോ 8ലോ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ആ സാർ ഞങ്ങൾക്കറിയില്ല സാർ, മറന്നുപോയി സാർ, പണ്ട് പഠിച്ചതല്ലേ സാർ. കുഴപ്പമില്ല കേട്ടോ, നമുക്ക് പഠിക്കാം. നോക്കിയിരുന്നോ? എന്താ മക്കളെ പ്രൈം ഫാക്ടറൈസേഷൻ? ഒന്നുമില്ലടാ. അതായത് ഒരു നമ്പറിനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവനെ നമ്മൾ കുത്തി പിഴിഞ്ഞ് ഈടിച്ച് ഹരിക്കും കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഒരു നമ്പറിനെ നമ്മൾ എന്തുകൊണ്ട് ഹരിക്കും? പ്രൈം നമ്പർ കൊണ്ട് ഹരിച്ച് ലാസ്റ്റ് എന്ത് കിട്ടണം? 1 കിട്ടണം. അതിനെ നമ്മൾ എന്തെന്ന് പറയും? പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയും സാർ. കാണിച്ചു തരാം. നോക്കിക്കോ. 30നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡിവൈഡ് ചെയ്യണം അല്ലേ? ഇങ്ങനെ ഒരു വര വരച്ചു. അടുത്ത വര വരച്ചു. നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല്ലേ? 2 കൊണ്ട് ചെയ്ത എന്ത് കിട്ടും ഇവിടെ? 3ൽ 2 എത്ര ടൈംസ് ഉണ്ട്? 1 ടൈം ഉണ്ട്. 2 ഇൻറ്റു 1 2. ഇവിടെ 3 അല്ലേ? അപ്പോൾ റിമൈൻഡർ എത്രയുണ്ട്? 1 ഉണ്ട്. അപ്പോൾ ഇത് എത്രയായി നമ്പർ? ഇത് 10 ആയില്ലേ? 10ൽ 2 എത്ര ടൈംസ് ഉണ്ട്? 5 ടൈംസ് ഉണ്ട്. വീണ്ടും ഒരു വര വരച്ചു. ഇനി 15 കൊണ്ട് 15നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈം നമ്പർ ഏതാണ്? 3യും 5ഉം പറ്റും. ഇഷ്ടമുള്ള എഴുതാം. 3 എഴുതി. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 5 3s are 15. ഓക്കെ. വീണ്ടും വര വരച്ചു. 5 എഴുതി. എത്ര ടൈംസ് കിട്ടും? 5ൽ 5 എത്ര ടൈംസ് ഉണ്ട്? 1 ടൈം ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞവൻ. ഇവനാണ് നമ്മുടെ നടൻ. നോക്കിയേ. 1 കിട്ടി ലാസ്റ്റ് അല്ലേ? 1 കിട്ടി. 1 കിട്ടുമ്പോൾ നമുക്ക് നിർത്താം. പ്രൈം ഫാക്ടറൈസേഷൻ കംപ്ലീറ്റ് ആയി. നമുക്ക് 30 നമുക്ക് എങ്ങനെ എഴുതാം? നോക്കിക്കേ. ഈ 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 1 എന്ന് എഴുതാം. 1 എഴുതണമെന്നില്ല. എഴുതിക്കോ. 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 1. കണ്ടില്ലേ? ഇതാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയണേ. അതായത് ഒരു നമ്പറിനെ പ്രൈം നമ്പറുകൾ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. നമുക്ക് ചുമ്മാ തോന്നിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് ഡിവിഷൻ ആയിപ്പോവും. ഇതെന്താ നമ്മൾ ചെയ്യണേ? ഇതൊക്കെ എന്താ ലെഫ്റ്റ് സൈഡിൽ വന്നേക്കണത് എല്ലാം എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ് കേട്ടോ. പ്രൈം നമ്പേഴ്സ് കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്ത് ലാസ്റ്റ് 1 കിട്ടണം. അതിനാണ് നമ്മൾ എന്തെന്ന് പറയണേ? പ്രൈം ഫാക്ടറൈസേഷൻ. ഒരു എക്സാമ്പിൾ കൂടി ചെയ്യാം കേട്ടോ. 24. നോക്കിയിരുന്നോ? ഇപ്പം എഴുതണ്ട. നോക്കിയിരുന്നോ. അപ്പോൾ 2 വര വരച്ചു. 2 ഏറ്റവും ചെറിയ പ്രൈം നമ്പർ തന്നെ എഴുതാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2ൽ 2 1 ടൈം. 4ൽ 2 2 ടൈം. വീണ്ടും വര വരച്ചു. 2 കൊണ്ട് പറ്റും. എത്ര ടൈംസ്? 6 ടൈംസ്. വര വരച്ചു. വീണ്ടും 2 കൊണ്ട് പറ്റും. എത്ര ടൈംസ്? 3 ടൈംസ്. വീണ്ടും വര വരച്ചു. 3 കൊണ്ടേ പറ്റുള്ളൂ. 3ൽ 3 എത്ര ടൈംസ് ഉണ്ട്? 1 ടൈം ഉണ്ട്. ലാസ്റ്റ് 1 കിട്ടി.
നിർത്താം. അപ്പം നമുക്ക് 24നെ എങ്ങനെ എഴുതാം? 24 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 1. ഇതിനെ നമ്മൾ എന്തെന്ന് പറയണേ? പ്രൈം ഫാക്ടറൈസേഷൻ. നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് എഴുതാൻ അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. നമുക്കത് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ ബേസിക്സും ഫണ്ടമെൻറ്റൽസും ഒക്കെ ക്ലിയർ ആക്കി കേട്ടോ ഇതുവരെ. പ്രൈം ഫാക്ടറൈസേഷൻ കൂടി കൊണ്ട് നമ്മൾ എല്ലാ ബേസിക്കും ക്ലിയർ ആക്കി. മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് കാണുക. കണ്ടിട്ട് നമ്മളിനി മെയിൻ സാധനത്തിലേക്ക് കിടക്കുവാണ് ഈ പാഠത്തിൻ്റെ കേട്ടോ. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. നമുക്ക് അടുത്ത പേജിൽ നോക്കാം. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. നമ്മൾ നമ്മുടെ പാഠത്തിലേക്ക് കടക്കുവാണ് കേട്ടോ. റിയൽ സ്റ്റോറി ബിഗിൻസ് എന്ന് എഴുതി കണ്ടില്ലേ? നമ്മൾ പാഠത്തിലേക്ക് ഇപ്പോഴാണ് കടന്നേ കേട്ടോ. അപ്പോൾ നോക്കിക്കേ എന്താ പറയണേ? എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ഇൻ വൺ ആൻഡ് ഓൺലി വൺ വേ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ മക്കളെ. ലോകത്തുള്ള എല്ലാ കോമ്പോസിറ്റ് നമ്പറിനെയും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മുടെ പ്രൈം നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആക്കി എഴുതാൻ പറ്റും. മനസ്സിലായില്ലേ? ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയേ. 30 എന്താ കോമ്പോസിറ്റ് നമ്പർ അല്ലേ? നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 വെച്ച് ചെയ്തു, 15 കിട്ടി. ഇതിനെ 3 വെച്ച് ചെയ്തു, 5 കിട്ടി. ഇതിനെ 5 വെച്ച് ചെയ്തു, 1 കിട്ടി. 2 ഇൻറ്റു 3 ഇൻറ്റു 5 എന്ന് എഴുതാം 30. കണ്ടില്ലേ? അപ്പോൾ എന്താ 30 എന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് നമ്പറിനെ നമുക്ക് പ്രൈം നമ്പറിൻ്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതാൻ പറ്റും. 30 മാത്രമല്ല, ലോകത്തുള്ള എല്ലാ കോമ്പോസിറ്റ് നമ്പറും നമുക്ക് എങ്ങനെ എഴുതാം? പ്രൈം നമ്പറിൻ്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ? ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. നമ്മൾ മുന്നേ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തില്ലേ? സെയിം സാധനം തന്നെ എഴുതി വെച്ചേക്കുവാണ്. എല്ലാ കോമ്പോസിറ്റ് നമ്പറിനെയും പ്രൈം നമ്പറിൻ്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതാൻ പറ്റും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രൈം നമ്പർ എന്താണ് സത്യത്തിൽ? എല്ലാ കോമ്പോസിറ്റ് നമ്പറിൻ്റെയും സ്കെലിട്ടൺ ആണ്. കോമ്പോസിറ്റ് നമ്പർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മൾ പ്രൈം നമ്പർ കൊണ്ടാണ് കേട്ടോ. എല്ലാ പ്രൈം നമ്പറും എല്ലാ കോമ്പോസിറ്റ് നമ്പറും എന്താക്കി എഴുതാൻ പറ്റും? നമ്മുടെ പ്രൈം നമ്പറിൻ്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതാൻ പറ്റും. ഇതാണ് ഫണ്ടമെൻ്റൽ തിയറം എന്ന് പറയുന്നത്. അരിത്തമെറ്റിക്കിൻ്റെ ഫണ്ടമെൻ്റൽ തിയറം. എന്തിനാ ഇത് ഉപയോഗം പറഞ്ഞേ? എന്തിനാ നമ്മൾ പഠിക്കണേ? ഇത് നമുക്ക് LCM HCF ഒക്കെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം കേട്ടോ. അതെങ്ങനെയാണെന്ന് നെക്സ്റ്റ് പേജിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷനും ഫണ്ടമെൻ്റൽ തിയറം ഒക്കെ പഠിച്ച് സെറ്റായിട്ടിരിക്കുവാണ്. ഇനി നമുക്ക് HCFും LCMും പഠിക്കാനുണ്ട്. മുന്നേ പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങൾ 8ലും 9ലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പറയും, സാർ മറന്നുപോയി സാർ, കുട്ടികളല്ലേ സാർ. ഓക്കെയാണ്, നമുക്കൊന്നുകൂടി പഠിക്കാം കേട്ടോ. ശ്രദ്ധിച്ചിരുന്നോയേ. നിങ്ങൾക്കൊരു ഒരു സാധനം ഞാൻ ഉറപ്പ് തരാം. ഇപ്പോൾ നമ്മൾ HCF LCM ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു വീഡിയോയും ഇതിനുവേണ്ടി കാണേണ്ടി വരില്ല. ഇതുകൊണ്ട് സെറ്റായിരിക്കും. ശ്രദ്ധിച്ചിരിക്കണേ. അപ്പം നമുക്ക് 30ഉം 24 ചോദിച്ചേക്കണേ. നോക്കിക്കേ, നമ്മളിത് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുന്നേ ചെയ്തതാണ്, സെയിം എക്സാമ്പിൾ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 30നെ എങ്ങനെ എഴുതാം? 30 നമുക്ക് ഇങ്ങനെ എഴുതാം. 30 ഈക്വൽ ടു ഇങ്ങനെ എഴുതണേ, 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 1. 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 1. ഓക്കെ അല്ലേ? 24നെ നമുക്ക് എങ്ങനെ എഴുതാം? 24 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 1. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും HCFO LCMO ചോദിച്ചാൽ എന്ത് ചെയ്യണം? ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി വെക്കണം. ഇനി മക്കളെ HCF ആണ് ചോദിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ HCF ഒരു പാവത്താനാണ്. പേരെന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. പക്ഷെ എന്താണ്? ആളൊരു ജെൻറ്റിൽ ജെയിൻ്റാണ്. അതായത് എന്താ പറയണേ, വലിയ ശരീരവും കുഞ്ഞു മനസ്സ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ നോക്കിക്കേ, ഈ 30ഉം 24ഒക്കെ HCFൻ്റെ LCMൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ. അപ്പോൾ അവരുടെ സ്വത്ത് ഭാഗം വെക്കുവാണ്. അവർ പ്രായമായി. ഞങ്ങൾ മക്കൾക്കൊക്കെ ഉള്ളതൊക്കെ എഴുതി വെച്ചേക്കാം. അപ്പോൾ HCF എന്ത് പറയുമെന്നറിയോ? അച്ഛനും അമ്മക്കും എന്താ കോമൺ ആയിട്ടുള്ളത്? എനിക്ക് അത് മതി. എനിക്ക് നിങ്ങളുടെ സ്നേഹം മതി. എനിക്ക് അച്ഛനും അമ്മക്കും കോമൺ ആയിട്ടുള്ളത് മാത്രം തന്നാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? HCF കണ്ടുപിടിക്കണമെങ്കിൽ കോമൺ ഉള്ളത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. നോക്കിക്കേ, 2 രണ്ടിലും കോമൺ ഉണ്ട്. 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താ കോമൺ ഉള്ളത്? പിന്നെ 3 കോമൺ ഉണ്ടല്ലേ? അപ്പോൾ 3 എഴുതണം. പിന്നെന്താ കോമൺ ഉള്ളത്? പിന്നെ 1 കോമൺ ഉള്ളത് അല്ലേ? 1 എഴുതണം. അപ്പോൾ HCF ജെൻറ്റിൽ ജെയിൻ്റാണ് കേട്ടോ. അച്ഛനും അമ്മക്കും കോമൺ ഉള്ളത് മാത്രം മതി. കോമൺ ഉള്ളത് മാത്രം എഴുതിയാൽ മതി. ഏതൊക്കെയാ കോമൺ ഉള്ളത്? 2 ഉണ്ട്, 3 ഉണ്ട്, 1 ഉണ്ട്. അപ്പോൾ എത്ര കിട്ടി? 6 എന്ന് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണേ? HCF കണ്ടുപിടിക്കണേ. അപ്പോൾ എന്താണ്? അച്ഛനും അമ്മക്കും കോമൺ ഉള്ളത് മാത്രം മതി. പേര് HCF എന്നാണ്, ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ്. പക്ഷേ കോമൺ ഉള്ളത് മാത്രം മതി കേട്ടോ ആൾക്ക്. പക്ഷേ LCM അത് നമ്മുടെ നമ്മുടെ വീതം വെക്കാൻ പോണ ഇല്ലത്തെ തൻ്റെയുടെ ആയിട്ടുള്ള പെൺകുട്ടിയാണ് കേട്ടോ. അവൾ പറഞ്ഞു, എനിക്ക് കോമൺ ഒന്നും പോരാ. അവൻ അങ്ങനെ പലതും പറയും.
അവന് കോമൺ മതിയായിരിക്കും. എനിക്ക് കോമൺ ഒന്നും പോരാ. എനിക്ക് അച്ഛനമ്മക്കുള്ള എല്ലാം വേണം. അച്ഛനമ്മക്കുള്ള എല്ലാം എൻ്റെയാണ്. അത് തന്നെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് എന്തുണ്ട്? അതിലേറ്റവും കൂടിയ സാധനം എനിക്ക് വേണം. ഒന്ന് ആലോചിച്ചേ. അപ്പോൾ LCM കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് പവറാക്കി എഴുതണം കേട്ടോ. പവറാക്കി എങ്ങനെ എഴുതണേ? ഞാൻ കാണിച്ചു തരാം. ഇത് പവറാക്കി എഴുതാൻ ഒന്നുമില്ല. 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 1 തന്നെയാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് പവറാക്കി എഴുതണേ? മക്കളെ 2 3 പ്രാവശ്യം ഇല്ലടാ. 3 പ്രാവശ്യം ഗുണിച്ചിട്ടില്ലേ? അപ്പോൾ നമുക്കിതിനെ 2⁻³ എന്ന് എഴുതാം കേട്ടോ. 3 ഒരു പ്രാവശ്യം ഗുണിച്ചിട്ടുള്ളൂ. 3 തന്നെ. 1ഉം അതേപടി തന്നെ എഴുതാം. കുഴപ്പമൊന്നും ഇല്ലല്ലോ. LCM ആണ് കേട്ടോ നീ കണ്ടുപിടിക്കാൻ പോണേ. LCM കണ്ടുപിടിക്കുന്നതിന് മുന്നേ നിങ്ങൾ പവറാക്കി ഒന്ന് എഴുതണേ. അപ്പോൾ എന്താ അവൾ പറയണേ? എന്താ പെങ്കൊച്ചു പറയണേ? എനിക്ക് അച്ഛനമ്മക്ക് ഉള്ളതെല്ലാം വേണം. അപ്പോൾ നമ്മൾ ഉള്ളതെല്ലാം എഴുതണം. ഈ രണ്ടിൽ എന്തൊക്കെയുണ്ട് അതെല്ലാം നമ്മൾ ആദ്യം എഴുതി വെക്കണം. 2 ഉണ്ട് അല്ലേ? 3 ഉണ്ട്. ഓക്കെ. 5 ഉണ്ട്. ഓക്കെ. അച്ഛനമ്മക്കുള്ളതെല്ലാം വേണം. 1 ഉണ്ട്. ഓക്കെ. 1 ഉണ്ട്. ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? 2ഉം 3ഉം തന്നെയല്ലേ പിന്നെ ഉള്ളൂ. ഓക്കെ. അച്ഛനമ്മക്കുള്ള എല്ലാം കിട്ടി. ഇനി അച്ഛനമ്മക്ക് എന്തൊക്കെ കോമൺ ഉണ്ട് അതിലേറ്റവും കൂടിയ സാധനം തന്നെ എനിക്ക് വേണം. മറ്റവനെ പോലെ ഞാൻ പൊട്ടനൊന്നും അല്ല. കൂടുതൽ എന്താ ഉള്ളത്? 2 2ലുണ്ടല്ലേ? 2ലുണ്ട്. അതിൽ കൂടിയത് ഏതാ ഉള്ളത്? പവർ 3 ഉള്ളത്. അപ്പോൾ 2ന് ഇവിടെ 3 കൊടുക്കുക. ഇനി 3 2ൽ എന്താ ഉള്ളത്? 3ക്ക് 2ൽ സെയിം പവറല്ലേ? ഇവിടെ 1 അല്ലേ? 3⁻1 ആണ് കേട്ടോ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 2നും സെയിം പവറാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ ഇവിടെയും 3⁻1 തന്നെ. ഇതാണ് എന്തെന്ന് പറയണേ? LCM എന്ന് പറയണേ. അതായത് ഉള്ളതെല്ലാ നമ്പറും എഴുതണം. പിന്നെ എന്തെഴുതണം? കോമൺ ആയിട്ട് വന്നതിൽ ഹയസ്റ്റ് പവറും എഴുതണം. ഇതാണ് LCM എന്ന് പറയണേ. എന്ത് കിട്ടും? ഫൈനൽ ആൻസർ 2⁻³ 8 ആണ്. 8 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 1 എത്രയാണ്? 8 ഇൻറ്റു 5 40. 40 ഇൻറ്റു 3 120. 120 കിട്ടും LCM. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ HCFും LCMും കണ്ടുപിടിക്കണേ. അപ്പോൾ മക്കളെ നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം കേട്ടോ. 84ഉം 60 ആണേ. അപ്പോൾ നമുക്ക് 84നെ നമുക്ക് ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. എങ്ങനെയാണ് ചെയ്യണേ? 84 ഒരു വര വരച്ചു, അടുത്ത വര വരച്ചു, 2 കൊണ്ട് ചെയ്യാം അല്ലേ? അപ്പോൾ എത്ര വരും? 8ൽ 2 4 ടൈംസ്, 4ൽ 2 2 ടൈംസ്. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. എന്ത് വരും? 4ൽ 2 2 ടൈംസ്, 2ൽ 2 1 ടൈം. ഇനി എന്തുകൊണ്ട് ചെയ്യാം? 3 കൊണ്ട് ചെയ്യാം അല്ലേ? 3 കൊണ്ട് ചെയ്യാം. 3ൽ 21 21ൽ 3 എത്ര ടൈംസ് ഉണ്ട്? 7 ടൈംസ് ഉണ്ടല്ലേ? 7 കിട്ടി. ഇത് ഓൾറെഡി ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ 7 കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ 1 എന്ന് കിട്ടി. നമുക്ക് 84നെ എങ്ങനെ എഴുതാം? 84 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 7 ഇൻറ്റു 1. ഓക്കെ അല്ലേ? ഇനി 60 നമുക്ക് എങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണേ? വര വരച്ചു, വര വരച്ചു, 2 എഴുതി. ഇനി നമുക്ക് 6ൽ 2 3 ടൈംസ് 0 അങ്ങനെ തന്നെ എഴുതി. വീണ്ടും 2 എഴുതി. 30. 3ൽ 2 1 ടൈം. റിമൈൻഡർ എത്രയുണ്ട്? 2 ഇൻറ്റു 1 2 ആണ്. ഇവിടെ 3 ആണല്ലേ? ഒരു 1 റിമൈൻഡർ ഉണ്ട്. ഈ 1ഉം ഈ നമ്പറും കൂടി എത്രയായി? 10 ആയി. അപ്പോൾ 10ൽ 2 5 ടൈംസ്. ഓക്കെ അല്ലേ? ഇനി 5 കൊണ്ടോ 3 കൊണ്ടോ ചെയ്യാം. 5 കൊണ്ട് ചെയ്യാൻ വേണമെങ്കിൽ 5 കൊണ്ട് ചെയ്താൽ എത്ര വരും? 3 ഇൻറ്റു 5 15. ഓക്കെ. ഇതിന് ഇനി 3 കൊണ്ടേ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ 3 1 കണ്ടോ? ലാസ്റ്റ് റിമൈൻഡർ 1 കിട്ടണം കേട്ടോ പ്രൈം ഫാക്ടറൈസേഷനിൽ. അപ്പം നമുക്ക് 60നെ എങ്ങനെ എഴുതാം? 60 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 3 ഇൻറ്റു 1 കണ്ടല്ലോ? ഇനിയാണ് നമ്മൾ HCFും LCMും കണ്ടുപിടിക്കാൻ പോണേ. HCF LCMന് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പം നമ്മൾ HCF ആദ്യം കണ്ടുപിടിക്കാം കേട്ടോ. HCF ഓഫ് ഏതൊക്കെയാ? 84 ആൻഡ് 60. എന്താ നമ്മൾ പറഞ്ഞേ? HCF ആണ്. ജെൻറ്റിൽ ജെയിൻ്റ് ആണല്ലേ? ജെൻറ്റിൽ ജെയിൻ്റ് ആണ്. അച്ഛനും അമ്മക്കും കോമൺ ഉള്ള എന്താണോ അത് മാത്രം മതി. എന്തൊക്കെയാ കോമൺ ഉള്ളത്? നോക്കിക്കേ. ഒരു 2 രണ്ടിലും കോമൺ ഉണ്ട്. കണ്ടല്ലോ? വീണ്ടും ഒരു 2 രണ്ടിലും കോമൺ ഉണ്ട്. ഒരു 3 രണ്ടിലും കോമൺ ഉണ്ട്. ഒരു 1 രണ്ടിലും കോമൺ ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാ കോമൺ വന്നേ? ഒരു 2 വന്നു, ആ 2 എഴുതി. ഇൻറ്റു അടുത്ത 2 വന്നു, ആ 2 എഴുതി. പാവാണ് കേട്ടോ, കോമൺ മതി. ഒരു 3 വന്നു, 3 എഴുതി. ഇൻറ്റു ഒരു 1 വന്നു, 1ഉം വന്നു. ഓക്കെ അല്ലേ? കോമൺ ഉള്ളത് മാത്രം നമ്മളെടുത്ത് എഴുതി. എന്ത് കിട്ടും? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 3 12. അപ്പം എന്താണ് HCF എത്ര കിട്ടിയേ? 12 കിട്ടിയേ കേട്ടോ.
ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് തോന്നുന്നു. അപ്പം നമുക്കിനി LCM കണ്ടുപിടിക്കാം. LCMന് എന്താ എഴുതണ്ടേ? അപ്പോൾ LCM ഓഫ് 84,60. ഓക്കെ അല്ലേടാ മക്കളെ? അപ്പോൾ LCMന് നമുക്ക് എന്ത് ചെയ്യണം? പവറാക്കി എഴുതണം കേട്ടോ. എന്നാലേ LCMന് പറ്റുള്ളൂ. അപ്പോൾ പവറാക്കി എങ്ങനെ എഴുതും? 2 ഇൻറ്റു 2. 2 ടൈംസ് വന്നിട്ടുണ്ടല്ലേ? അപ്പോൾ 2 എന്ന് എഴുതാം. 3 ഒരു ടൈമേ വന്നിട്ടുള്ളൂ. 7 ഒന്നേ വന്നിട്ടുള്ളൂ. 1 ഒന്നേ വന്നിട്ടുള്ളൂ. ഈക്വൽ ടു ഇവിടെ എത്രയാ? ഇവിടെയും 2 ടൈംസ് വന്നിട്ടുണ്ടല്ലേ? ഇൻറ്റു 5 ഇൻറ്റു 3 ഇൻറ്റു 1. അപ്പോൾ LCM ആണ്. എന്താണ്? തൻ്റെ ഉള്ള മറ്റേ നമ്മുടെ പെങ്കൊച്ചാണ് കേട്ടോ. കലിപ്പ് പെങ്കൊച്ചാണ്. എനിക്കെല്ലാം വേണം. അച്ഛൻ്റെ അമ്മയുടെയും എല്ലാം എനിക്ക് വേണം. എനിക്ക് കോമൺ വന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടിയതും വേണം. അപ്പോൾ എല്ലാം നമ്മളെടുത്ത് എഴുതണം. ഏതൊക്കെയാണ് വന്നേക്കണ എല്ലാ നമ്പറും? 2, 3, 7, ഇവിടെ എന്താ 5 അല്ലേ? അപ്പോൾ നമുക്ക് ഏതൊക്കെ എഴുതണം? 2 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്, 7 വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്, പിന്നെന്താ 5 വന്നിട്ടുണ്ട്, പിന്നെ വീണ്ടും 3 തന്നെ. അത് എഴുതണ്ട. ഓക്കെ. ഇതാണ് വന്നേക്കണ എല്ലാ നമ്പറും നമ്മളെടുത്ത് എഴുതി. ഇനി കോമൺ വന്നിട്ടുള്ള ഏതാണ്? അതിൽ ഏറ്റവും കൂടിയത് എനിക്ക് വേണം. ഇവിടെ കോമൺ വന്നിട്ടുള്ള ഏതാ? 2/2. രണ്ടിനും 2/2 ആണല്ലേ? അപ്പോൾ കൂടിയത് അത് തന്നെ, 2/2 തന്നെയാണ്. കണ്ടല്ലോ? എത്ര വരും? ഇത് 4 ഇൻറ്റു 3 ഇൻറ്റു 7. 1 എഴുതണ്ടല്ലോ. 1 ഇൻറ്റു 1 ചെയ്താൽ അത് തന്നെയല്ലേ? ഇൻറ്റു 5. ഓക്കെ. എത്ര വരും? 4 ഇൻറ്റു 3 12 ഇൻറ്റു 7 ഇൻറ്റു 5. എത്ര കിട്ടും? 12 ഇൻറ്റു 5 60. 60 ഇൻറ്റു 7 420 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ 84ൻ്റെയും 60ൻ്റെ LCM എത്രയാ? 420. HCF എത്രയാ? 12. HCF എങ്ങനെയാ? കോമൺ വന്ന സംഖ്യകൾ മാത്രം നമ്മളെടുത്ത് എഴുതുക. കോമൺ വന്ന സംഖ്യകൾ പവറാക്കണ്ട. പവറാക്കുന്നത് LCM കണ്ടുപിടിക്കാനാണ്. HCF ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? കോമൺ വന്നിട്ടുള്ള സംഖ്യകൾ മാത്രം എടുത്ത് എഴുതിയാൽ മതി. 2 ഒരു പ്രാവശ്യം കോമൺ വന്നു, വീണ്ടും ഒരു 2 കോമൺ വന്നു, 3 കോമൺ വന്നു, 1 കോമൺ വന്നു. ഓക്കെ. LCM കണ്ടുപിടിക്കുമ്പോൾ പവറാക്കി എഴുതുക. ഉള്ള എല്ലാ LCMന് വേണം. ഉള്ള എല്ലാ സംഖ്യയും വേണം. എല്ലാ സംഖ്യ എടുത്ത് എഴുതി കോമൺ ആയിട്ട് വന്നേക്കണ സംഖ്യകളിലെ ഏറ്റവും കൂടിയ പവറും വേണം. കൂടിയ പവർ ഇവിടെ 2 തന്നെയാണ്. 2 എഴുതി മൾട്ടിപ്ലൈ ചെയ്തു 420. നമ്മളപ്പോൾ HCFും LCMും കണ്ടുപിടിക്കാൻ പഠിച്ചു അല്ലേ? ജെൻറ്റിൽ ജെയിൻറ്റിൻ്റെയും നമ്മുടെ കലിപ്പ് പെൺകുട്ടിയുടെയും കഥയൊക്കെ പഠിച്ചില്ലേ? അപ്പോൾ ഇനി അവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതാണ് നമുക്ക് ഈ പാഠത്തിൽ മെയിനായിട്ട് നിങ്ങളുടെ ബോർഡിൽ നിന്ന് എക്സാം ചോദിക്കണത്. റിലേഷൻഷിപ്പ് ഒന്നുമില്ല. ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ചെയ്താൽ എന്ത് കിട്ടൂടാ മക്കളെ? LCM ഇൻറ്റു HCF. പ്രോഡക്റ്റിന് ഈക്വലായിട്ട് കിട്ടും. മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എക്സാമ്പിൾ ചെയ്യാം. നമ്മൾ കുറച്ച് മുന്നേ ചെയ്ത എക്സാമ്പിളാണ് 13ൻ്റെയും 24ൻ്റെയും. 13ൻ്റെയും 24ൻ്റെയും HCF LCM നമുക്ക് കണ്ടുപിടിച്ച് വെക്കാം. നോക്കിക്കേ, 13 നമുക്ക് എങ്ങനെയാണ് എഴുതണേ? 30 ഈക്വൽ ടു എങ്ങനെ എഴുതാം? 30 ഈക്വൽ ടു 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 1. 24നെയോ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 1. അവിടെ നമ്മൾ LCM HCF കണ്ടുപിടിച്ചിരുന്നു അല്ലേ? എത്രയാണ് കിട്ടണേ? LCM എത്രയാണ് കിട്ടണേ? LCM 120 ആയിരുന്നു കേട്ടോ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. HCF എത്രയാണ് ഇതിൻ്റെ? നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. മുന്നേ എക്സാമ്പിൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. HCF 6 ആണ് കിട്ടണേ. അപ്പോൾ നോക്കിക്കേ, റിലേഷൻഷിപ്പ് നോക്കിക്കേ. എന്താ പറയണേ? LCMും HCFും മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആയിട്ട് കിട്ടും. കിട്ടുമെന്ന് നോക്കാം. LCM എത്രയാണ് ഇവിടെ? 120 ഇൻറ്റു HCF എത്രയാ? 6 ഈക്വൽ ടു എന്ത് കിട്ടണം? ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ കിട്ടണം. കിട്ടുമോ? ഫസ്റ്റ് നമ്പർ എത്രയാ? 30. സെക്കൻഡ് നമ്പർ എത്രയാ? 24. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ, 720 എന്ന് കിട്ടും കേട്ടോ. രണ്ടും 720 എന്ന് കിട്ടും. നമ്മുടെ റിലേഷൻഷിപ്പ് പ്രൂവ് ആയില്ലേ? ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ, അതായത് ഏത് നമ്പറിൻ്റെ ആണോ HCF LCM കണ്ടുപിടിക്കണ്ടേ, ആ രണ്ട് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആ രണ്ട് നമ്പറിൻ്റെ LCMും HCFും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, നിങ്ങൾ ഓർത്തിരിക്കണം. ഇത് വെച്ച് ഇഷ്ടംപോലെ പ്രോബ്ലംസ് നമ്മളോട് ചോദിക്കൂട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇങ്ങനെ ചോദിക്കണേ. ഫസ്റ്റ് നമ്പർ തരും, സെക്കൻഡ് നമ്പർ തരും, അതിൻ്റെ LCMും തരും. എത്രയാ? LCM 120 തന്നിട്ടുണ്ടാവും. എന്നിട്ട് HCF കണ്ടുപിടിക്കാൻ ചോദിക്കും. പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചല്ല, ഈ റിലേഷൻഷിപ്പ് വെച്ച് നമ്മൾ HCF കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിക്കേ, ഫസ്റ്റ് നമ്പർ ഇവിടെ തന്നിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യനിൽ. 13 തരും, സെക്കൻഡ് നമ്പർ തരും. എത്രയാ? 24.
ഈക്വൽ ടു LCM തന്നിട്ടുണ്ടാവും. നമുക്ക് എന്താ അറിയില്ല? HCF അറിയില്ല. HCF എങ്ങനെ കണ്ടുപിടിക്കും? HCF ഇവിടെ തന്നെ നിർത്തുക, ഈക്വൽ ടു ഇടുക, 30യും 24ഉം അതേപോലെ തന്നെ അപ്പുറത്തുണ്ട് അല്ലേ? ഇതുപോലെ തന്നെ ഇല്ലേ? മാറ്റമൊന്നും ഇല്ലല്ലോ. ഈ 120യുടെ മൾട്ടിപ്ലൈ ചെയ്തേക്കും അല്ലേ? ഇത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. ഡിവൈഡഡ് ബൈ 120 എന്നാവും. HCF ഈക്വൽ ടു 30 ഇൻറ്റു 24 ഡിവൈഡഡ് ബൈ 120 എന്നാവും. എങ്ങനെയാണ് ചെയ്യണേ? 30ൽ 30 1 ടൈം, 120ൽ 30 4 ടൈംസ്. കട്ട് ചെയ്യാൻ അറിയാൻ തോന്നുന്നു. അറിയില്ലെങ്കിൽ കമൻറ്റിൽ ചോദിക്കാട്ടോ, ഞാൻ പറയാം. ഇനി 4ഉം 24ഉം മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? 4ൽ 4 1 ടൈം, 24ൽ 4 6 ടൈംസ്. എന്ത് കിട്ടി? HCF ഈക്വൽ ടു 6 എന്ന് കിട്ടിയിട്ടാ. 6 അല്ലായിരുന്നോ? അതെ. ഇങ്ങനെയാ പ്രോബ്ലം ചോദിക്കണേ. എങ്ങനെയാ ചോദിക്കണേ? ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും തരും, ചിലപ്പോൾ HCFും തരും. എന്നിട്ട് LCM എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കണ്ടുപിടിക്കാൻ പോകരുത്, ഒരുപാട് സമയം എടുക്കും. വലിയ നമ്പർ ആയിരിക്കും അവർ തരാൻ പോണേ. അപ്പോൾ ഇതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി കേട്ടോ. ഇതാണ് HCFും LCMും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ക്ലിയർ അല്ലേ? സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കി കഴിയുമ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആവും. നമ്മൾ എന്താ ചോദിച്ചേക്കണേ? LCM ആ ചോദിച്ചേക്കണേ. HCF തന്നിട്ടുണ്ട്, നമ്പേഴ്സും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തെഴുതാം ഇവിടെ? HCF ഈക്വൽ ടു തന്നിട്ടുണ്ട് എത്രയാ? 12 ആണല്ലേ. LCM ഈക്വൽ ടു എന്താ? നമുക്കറിയില്ല അല്ലേ? ചോദിച്ചിന് ഇടാം. ഫസ്റ്റ് നമ്പർ അല്ലേ? അറിയാം. ഫസ്റ്റ് നമ്പർ എത്രയാ? ഫസ്റ്റ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട് 84 ആണല്ലേ. ഓക്കെ. സെക്കൻഡ് നമ്പറോ എത്രയാ? 60 ആണല്ലേ. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പ് അറിയാമല്ലോ. എന്താ? ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കും? HCFിൻ്റെയും LCMൻ്റെയും പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. നമ്മൾ പഠിച്ചാലേ ഇതൊക്കെ പഠിച്ചാണ്. അപ്പോൾ നമുക്ക് എഴുതാം. ഫസ്റ്റ് നമ്പർ എത്രയാ? 84 ഇൻറ്റു സെക്കൻഡ് നമ്പർ എത്രയാ? 60 ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കും? HCF ഇൻറ്റു LCM. HCF എത്രയാ? 12 ആണെന്ന് അവർ തന്നിട്ടുണ്ടല്ലേ പ്രോബ്ലത്തിൽ? തന്നിട്ടുണ്ട്. LCM നമുക്ക് അറിയോ? ഇല്ല. അറിയാത്ത അതുപോലെ തന്നെ എഴുതുക. ഓക്കെ അല്ലേ? നമ്മൾ ഈക്വൽ ടു അതുപോലെ തന്നെ എഴുതി. ഈ LCM നമുക്കറിയില്ല, അതവിടെ നിൽക്കട്ടെ. ഈ 84 ഇൻറ്റു 60 നമുക്കറിയാം, അവിടെ നിൽക്കട്ടെ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ 12 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കല്ലടാ മക്കളെ. നമ്മളിത് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും അല്ലേ. അപ്പോൾ നമ്മൾ ഡിവൈഡഡ് ബൈ 12. നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ അറിയോ? കട്ട് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ പഠിക്കണം കേട്ടോ. 12ൽ 2 വെച്ച് കട്ട് ചെയ്യാം. 2 വെച്ച് കട്ട് ചെയ്താൽ 6 ടൈംസ് വരും. 60യെ 2 വെച്ച് കട്ട് ചെയ്താൽ 30 എന്ന് കിട്ടും. ഓക്കെ, 30യും 6ഉം ആണ്. 6ൽ 6 1 ടൈം, 30ൽ 6 5 ടൈംസ്. ഇത്രയേ ഉള്ളൂ, ഡിനോമിനേറ്റർ തീർന്നു. അപ്പോൾ എന്ത് കിട്ടി? LCM ഈക്വൽ ടു 84 ഇൻറ്റു 5 എന്ന് കിട്ടിയില്ലേ. 84 ഇൻറ്റു 5. 84 ഇൻറ്റു 5 എത്രയാടാ മക്കളെ? മൾട്ടിപ്ലൈ നോക്കി, എനിക്കറിയില്ല. 5 ഇൻറ്റു 4 20, 0 2 40 2 420 എന്ന് കിട്ടും. അപ്പോൾ LCM എത്ര കിട്ടി? LCM ഈക്വൽ ടു 420 എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. നോക്കിക്കേ, പ്രൈം ഫാക്ടറൈസേഷൻ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് LCM നേരിട്ട് കിട്ടി. എങ്ങനെ? 2 നമ്പർ തന്നിട്ടുണ്ട്, അതിൻ്റെ LCMO HCFO തന്നിട്ടുണ്ട്. വേറൊരെണ്ണം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മുടെ ഈ റിലേഷൻഷിപ്പാണ് കേട്ടോ. ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഈക്വൽ ടു HCF ഇൻറ്റു LCM. സിമ്പിൾ അല്ലേ? പിന്നെ കാൽക്കുലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റാനുണ്ട്. സിമ്പിളാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം കേട്ടോ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ഈ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ആ വീഡിയോ വരും കേട്ടോ. ഇപ്പം തന്നെ അത് കാണുക, കാരണം അതുകൂടി കാണുമ്പോഴാണ് നമ്മുടെ ഈ ചാപ്റ്റർ ഫുള്ള് കംപ്ലീറ്റ് ആവുക.